ജപമാല വചനം ചൊല്ലി അമ്മതന്മാരോടു ചേർന്നു നിന്ന് ജപമാല വചനം ചൊല്ലി ആദിയ നിദാനാഥ നിൻ തിരുമുൻപിൽ അണയുന്നു പ്രത്യാശയോടെ നിൻ ഹൃദയമപ്പടിവാതിലിൽ മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങുകയാണ്. 8 ദിവസവും നോമ്പെടുത്ത് വ്രതശുദ്ധിയോടെ പ്രാർത്ഥനാപൂർവം നാം ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഗുഡ്നസ് TV നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ ധ്യാന ശുശ്രൂഷ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും ഉൾക്കാഴ്ചകളിലും നമുക്ക് ആചരിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമ്മ മനസ്സ് തിരിച്ചറിയാനുള്ള ഒരു യാത്രയാണിത്. ഈ 8 ദിവസങ്ങളിലും ഇവിടെ നൽകുന്ന ധ്യാന ചിന്തകളും ആരാധനാ ശുശ്രൂഷകളുമെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്തുവാനും ആത്മീയ ശക്തി പ്രാപിക്കുവാനും കാരണമാകും. അതിന് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും ഞാൻ ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നാൽ ആത്മശക്തി പ്രാപിക്കാൻ നമുക്കാവും. അമ്മ നമുക്ക് നിത്യതയുടെ വഴി കാട്ടിത്തരും. നമ്മുടെ ജീവിത ചക്രവാളങ്ങൾ വിശാലമാകുവാൻ അമ്മ സഹായിക്കും. അമ്മ മനസ്സിനെ അടുത്തറിഞ്ഞ്, അമ്മയുടെ സ്നേഹം അടുത്തറിഞ്ഞ് നമുക്കും ഒരു യാത്ര നടത്താം. ഗുഡ്നസ് TVയുടെ ഈ ധ്യാന ശുശ്രൂഷ പ്രാർത്ഥനാപൂർവം നമുക്ക് ആരംഭിക്കാം. അമ്മതന്മാരോടു ചേർന്നു നിന്ന് ജപമാല വചനം ചൊല്ലി അമ്മതന്മാരോടു ചേർന്നു നിന്ന് ജപമാല വചനം ചൊല്ലി ആദിയ നിദാനാഥ നിൻ തിരുമുൻപിൽ അണയുന്നു പ്രത്യാശയോടെ നിൻ ഹൃദയമപ്പടിവാതിലിൽ മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് പ്രത്യേകമായ നിയോഗമായി നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു കുടുംബവും നഷ്ടപ്പെട്ടു പോവില്ല. ഈ ദിവസം നമ്മുടെ കുടുംബങ്ങൾ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഈ ഭൂമിയിലെ വാസസ്ഥലങ്ങൾ, നമ്മുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ദാമ്പത്യ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ എല്ലാം പരിശുദ്ധ അമ്മ വഴി നാം സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം
സംരക്ഷണവും ഞങ്ങളുടെ കുടുംബങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം അമ്മ ഇറക്കണമേ. നമുക്ക് പ്രാർത്ഥനാപൂർവം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വേണ്ടി വചന ശുശ്രൂഷ പങ്കുവയ്ക്കുന്നത് ബഹുമാനപ്പെട്ട സനു തെക്കേക്കാവിനാൽ അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിരുനാളിന് വേണ്ടി പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ദിവസങ്ങളാണ്. ഈ 8 ദിവസവും പരിശുദ്ധ അമ്മയോടൊപ്പം ഞാനും നിങ്ങളും ഈശോയുടെ വലിയ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല സ്കൂള് പരിശുദ്ധ അമ്മയാണ്. അമ്മയിലൂടെയുള്ള യാത്രയാണ് പലപ്പോഴും ഈശോയിൽ എന്നെ നിങ്ങളെയും എത്തിക്കുക. അങ്ങനെയുള്ളൊരു അമ്മ മനസ്സിലൂടെയുള്ള ഒരു യാത്ര, അമ്മയോട് ചേർന്ന് ഈശോയുടെ സ്നേഹം തിരിച്ചറിയാനുള്ള ഒരു യാത്രയിലാണ് ഞാനും നിങ്ങളും. ഈ ഒരു യാത്രയിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് തന്നെയാണ്, അമ്മയുടെ വലിയ സ്നേഹത്തെക്കുറിച്ച്, അമ്മയുടെ വലിയ ത്യാഗത്തെക്കുറിച്ച്, അമ്മയുടെ വലിയ കരുണയെക്കുറിച്ച്, ജീവിത സമർപ്പണത്തെക്കുറിച്ചൊക്കെയാണ് ഞാനും നിങ്ങളും ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. എനിക്ക് നിങ്ങൾക്കുമെല്ലാം അമ്മയുണ്ട്. അമ്മ എന്ന 2 അക്ഷരത്തിന് നിർവചിക്കാനാകാത്ത വലിയ സ്നേഹമുണ്ട് പ്രിയമുള്ളവരെ. എത്ര സമയം ഈ അമ്മയോട് ചേർന്നിരുന്നാലും എനിക്ക് നിങ്ങൾക്ക് മടുക്കില്ല. അമ്മ എന്ന വാക്കിന് ആത്മസമർപ്പണമെന്നും ക്ഷമയെന്നും സ്നേഹമെന്നും കരുണയെന്നും ഒക്കെ അർത്ഥം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി സ്വർഗം പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടെത്തുമ്പോൾ, സ്വർഗത്തിൻ്റെ പ്രിയപുത്രന് ഒരമ്മയെ കണ്ടെത്തുമ്പോൾ, നസ്രത്തിൽ ദേവാലയത്തിൽ പ്രാർത്ഥനയിലായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ അടുത്തേക്കാണ് ഗബ്രിയേൽ മാലാഖയെ ദൈവം പറഞ്ഞയക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഞാനും നിങ്ങൾ കാണുന്നുണ്ട്, പ്രാർത്ഥനയിലായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറയും, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. സ്വർഗം ആ കൃപ കണ്ടെത്തിയവള് നിൻ്റെ ജീവിതത്തിൽ സമാധാനം എന്നും ഉണ്ടായിരിക്കട്ടെ. ഈ വാക്ക് കേട്ട് വചനം പറയുക, അമ്മ വളരെയേറെ അസ്വസ്ഥതയായി. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്തെന്ന് അവൾ വല്ലാതെ അസ്വസ്ഥതയോടെ ചിന്തിക്കുമ്പോൾ മാലാഖ അവളോട് പറയും, പ്രിയ മറിയം, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാ. നിന്റെ ഉദരത്തിലേക്ക് സ്വർഗത്തിൻ്റെ പ്രിയപുത്രൻ വന്ന് പിറക്കാൻ പോവുക. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞുള്ള വചനം ഒരുപക്ഷെ ബൈബിളിൽ ഇത്രയേറെ അർത്ഥമുള്ളൊരു വചനം വേറെയില്ല. തൻ്റെ ഉദരത്തിലേക്ക് ലോകത്തിൻ്റെ സൃഷ്ടാവ്, സ്വർഗത്തിൻ്റെ പ്രിയപുത്രൻ, പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ വന്ന് പിറക്കാൻ പോകുന്നുവെന്നറിയുമ്പോൾ പരിശുദ്ധ അമ്മ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. മറിച്ച് പറഞ്ഞാൽ, സ്വർഗം എന്താഗ്രഹിക്കുന്നോ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ദിവസം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക? എൻ്റെ നിങ്ങളുടെയും കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ എന്ത് വ്യത്യാസമാണ് സംഭവിക്കുക? അമ്മയുള്ള കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ നിങ്ങളെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് വചനത്തിൽ കാണുന്ന പരിശുദ്ധ അമ്മയുള്ള ആദ്യത്തെ കുടുംബം അത് തിരുക്കുടുംബം തന്നെയാണ്. വിശുദ്ധ യോസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമറിയവും ഈശോ മിശിഹായും അടങ്ങുന്ന കുടുംബം. ഒത്തിരി സവിശേഷതകൾ ആ കുടുംബത്തിന് കണ്ടെത്താനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് അനുഗ്രഹം നിറഞ്ഞൊരു കുടുംബം, ഒരു മാതൃകാ കുടുംബം. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇത്രയേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബവും വേറെയില്ല. എന്നാൽ അതിനകത്ത് നിന്ന് ഒരേ ഒരു ചിന്ത മാത്രം, പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ ഈ കുടുംബത്തിനുണ്ടാകുന്ന ഒരു വ്യത്യാസം. ഈ കുടുംബത്തിലെ 3 ആളുകളെയും, വിശുദ്ധ യോസേപ്പ് പിതാവ്, ഈശോ മിശിഹ, പരിശുദ്ധ കന്യകാമറിയം, ഈ 3 പേർക്കും സ്വതവേ കാണപ്പെടുന്ന ഒരു വലിയ ഗുണമുണ്ട് പ്രിയമുള്ളവരെ. അത് മറ്റൊന്നുമല്ല, സ്വർഗം എന്ത് വിളമ്പിയോ മറുതലിക്കാതെ, പ്രതികരിക്കാതെ, പ്രതിഷേധിക്കാതെ, സങ്കോചപ്പെടാതെ, സങ്കടപ്പെടാതെ, സ്വർഗത്തിൻ്റെ ഹിതം എന്താണോ അതേപടി സ്വീകരിക്കാൻ ഈ കുടുംബത്തിലെ 3 പേർക്കും സാധിച്ചിട്ടുണ്ട്.
ഓരോ വ്യക്തിയുടെയും ജീവിതം എടുത്താൽ, വിശുദ്ധ യോസേപ്പ് പിതാവിനോട് സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ മാലാഖ വന്ന് പറയും, യോസേപ്പ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, ഇത് സ്വർഗത്തിൻ്റെ ഹിതമാണ്. എൻ്റെ അപ്പൻ്റെ ഹിതം അതാണെങ്കിൽ അതേപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്ന യോസേപ്പ് പിതാവ്. ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ഉദരത്തിലേക്ക് സ്വർഗത്തിൻ്റെ പ്രിയപുത്രൻ വന്ന് പിറക്കുമെന്ന് ദൈവത്തിൻ്റെ മാലാഖ തൻ്റെ പിതാവിൻ്റെ വലിയ സന്ദേശം അറിയിക്കുമ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുന്ന പരിശുദ്ധ കന്യകാമറിയം കുരിശോളം അവൾ അനുസരണയുള്ളവളായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ കുരിശുമരത്തിൽ ജീവൻ പെടിയുന്നത് കണ്ടിട്ടും അമ്മ നിശബ്ദതയോടെ സഹിച്ചത്, കല്ലടാവിൽ അവൾ കൊടുത്തൊരു വലിയ വാക്കുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ. പ്രതിഷേധിക്കാതെ, പ്രതികരിക്കാതെ സ്വർഗത്തിൻ്റെ ഹിതം എന്താണോ അതേപോലെ ജീവിതത്തിൽ അനുസരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈശോ മിശിഹ ഒരുപക്ഷേ അവൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് ഗെത്സമൻ തോട്ടത്തിൽ വേർപ്പ് കണങ്ങൾ രക്തത്തുള്ളികൾ പോലെ പ്രാർത്ഥിച്ചിറ്റുവീണ ആ രാത്രിയിൽ സങ്കടപ്പെയ്ത്ത് തൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ആഞ്ഞടിച്ചിട്ട് പിറ്റേന്ന് ദുഃഖവെള്ളിയാഴ്ച അവൻ അനുഭവിക്കാൻ പോകുന്ന മനക്ലേശങ്ങളെ ഓർത്ത് സ്വർഗത്തിലെ അപ്പനോട് അവൻ്റെ വേവലാതി പറഞ്ഞ് സങ്കടം കുന്നുകൂടി കുനിഞ്ഞിരുന്ന ഒരു യാത്രയിൽ, ആ രാത്രിയിൽ ഈശോ മിശിഹ വചനം പറയുന്നുണ്ട്, അവൻ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ അവൻ്റെ മനക്ലേശമനുസരിച്ച് ഭൂമിയിൽ ആ ഗെത്സമൻ തോട്ടത്തിൽ ഇറ്റുവീഴുന്ന രാത്രിയിൽ ഈശോ പറയുന്നൊരു വാക്കുണ്ട്. പ്രിയമുള്ളവരെ, എന്നെ നിങ്ങളെ വല്ലാതെ ചിന്തിപ്പിക്കണം. കർത്താവ് പറയും, അപ്പാ ഒരു നിമിഷം പോലും എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാനായിട്ട് പറ്റില്ല. പിറ്റേന്ന് വെള്ളിയാഴ്ച അത് സംഭവിക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം. കുരിശിൽ കിടക്കുമ്പോൾ ഫോർ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഈ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് ഈശോയ്ക്ക് ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും. ഏലി ഏലി ലമാ സബക്താനി, എൻ്റെ അപ്പ നീ പോലും എന്നെ ഉപേക്ഷിച്ചോ എന്ന് പറഞ്ഞ് സങ്കടം വല്ലാതെ കുമിഞ്ഞുകൂടുന്ന ഒരു കുരിശിൽ കിടന്ന് ഈശോയ്ക്ക് അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും അകലേണ്ടതായിട്ട് വരും. ഇതൊരിക്കലും ഈശോയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അവിടെയാണ് ഈശോ പറയുക, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. അടുത്ത വചനം, എൻ്റെ പ്രിയമുള്ളവരെ, അടുത്ത വചനം ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. പല രാത്രിയിലും പരിശുദ്ധ കന്യകാമറിയം മുട്ടിന്മേൽ നിന്ന് സ്വർഗത്തിലെ അപ്പനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഈശോ അടുത്ത വചനം ഓർത്തത്. എൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പാ എങ്കിലും എൻ്റെ ഹിതമല്ല, ലെറ്റ് ഇറ്റ് ബി യുവർ വിൽ ഡൺ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. എനിക്ക് 100% ഉറപ്പാണ് പ്രിയമുള്ളവരെ, പല രാത്രിയിലും പരിശുദ്ധ കന്യകാമറിയം മുട്ടുകുത്തി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അപ്പാ എൻ്റെ ഹിതമല്ലപ്പാ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. അപ്പോൾ പരിശുദ്ധ അമ്മയുള്ള കുടുംബത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അമ്മ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്തു തന്നെയാണെങ്കിലും, എത്ര തന്നെ സങ്കടമുണ്ടായാലും, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും, പരിശുദ്ധ അമ്മ കൂടെയുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും തലകുനിക്കാൻ, അനുസരിക്കാൻ അവൾ പഠിപ്പിക്കും. അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാ, കർത്താവിൻ്റെ ഹിതത്തിന് തലകുനിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ സാന്നിധ്യമുള്ളിടത്ത് സാധിക്കും. അമ്മയ്ക്ക് ഒരിക്കലും അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഈശോയുടെ ഈ ഒരു വലിയ സ്നേഹം പരിശുദ്ധ കന്യകാമറിയത്തിന് ലഭിക്കുന്നത് അനുസരണയുള്ളവളായിരുന്നത് കൊണ്ടാണ്. അമ്മയ്ക്ക് ഒരിക്കലും അനുസരണക്കേട് കാണിക്കാനായിട്ട് സാധ്യമല്ല. പിതാവായ ദൈവത്തിന് കൃത്യമായിട്ടറിയാം, ഈ ഭൂമിയിൽ അനുസരണക്കേട് മൂലം വന്നുപോയ ഒരു വലിയ പാപത്തെ അനുസരണമുള്ളവളുടെ ഒരു മകനായി ഈശോ മാറുമ്പോൾ, കുരിശിൽ അനുസരണയുള്ളവനായി തൻ്റെ പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കുമ്പോൾ, അനുസരണക്കേടിലൂടെ ആദി മാതാപിതാക്കൾ വരുത്തിവെച്ച പാപത്തെ അനുസരണമുള്ള ഒരമ്മയുടെ മകനായി കുരിശിൽ ഈശോ സ്വയം സമർപ്പിച്ച് ആ ബലി പൂർത്തിയാക്കുക. അപ്പോൾ അമ്മയാണ് ഈശോയെ അനുസരണമുള്ളവനായിരിക്കാൻ, കുരിശോളം അനുസരണമുള്ളവനായിരിക്കാൻ പഠിപ്പിക്കുക. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ കന്യകാമറിയം വന്നു കഴിയുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ പരിശുദ്ധ അമ്മ എത്തിക്കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതം എന്താണോ, സ്വർഗത്തിലെ അപ്പൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകാൻ ഞാനും നിങ്ങളും നിസ്സംശയം തലകുനിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പിൽ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പ്രതികാരം ഉണ്ടാകില്ല,
പ്രതികരണം ഉണ്ടാകില്ല, ദേഷ്യം ഉണ്ടാകില്ല, സങ്കടം ഉണ്ടാകില്ല, കുറ്റപ്പെടുത്തൽ ഉണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൽ മാത്രം എൻ്റെ കർത്താവെ ഇങ്ങനെ സങ്കടവും പ്രയാസവും ക്ലേശവുമെന്ന് മറുതലിച്ച് ചോദിക്കില്ല. മറിച്ച് അപ്പാ നിൻ്റെ ഹിതം ഇതാണെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ കൂടെയുള്ളപ്പോൾ അപ്പാ എനിക്ക് നല്ല ബോധ്യമുണ്ട്, നിൻ്റെ ഹിതം ഇതാണ്, നിനക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് എൻ്റെ നാശത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എപ്പോഴും എൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്, എൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് അമ്മ എന്നെ ബോധ്യപ്പെടുത്തും. എൻ്റെ പ്രിയമുള്ളവരെ, അമ്മ കടന്നു വരുന്ന കുടുംബത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, സ്വർഗത്തിൻ്റെ ഹിതത്തിന് തലകുനിക്കാൻ അമ്മ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കും. എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിന് ദൈവിക പദ്ധതിക്ക് മുമ്പിൽ തലകുനിച്ച് അനുസരണയോടെ നിന്ന് കൃപകൾ സ്വർഗത്തിൽ നിന്ന് നേടിയെടുക്കാൻ അമ്മ എന്നെ നിങ്ങളെ പഠിപ്പിക്കും. രണ്ടാമത്, അമ്മ കടന്നു ചെല്ലുന്ന ഒരു കുടുംബമുണ്ട് സുവിശേഷത്തിൽ. അത് സക്രിയായുടെയും എലിസബത്തിൻ്റെയും കുടുംബമാണ്. നമുക്കറിയാം, വചനം നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയ്ക്ക് മുന്നോടിയായി വന്ന് പിറക്കുവാൻ സ്വർഗം തിരഞ്ഞെടുക്കുന്ന സ്നാപക യോഹന്നാൻ്റെ അപ്പനും അമ്മയുമാണ്. എലിസബത്തും സക്രിയ എന്ന് പറയുന്ന പുരോഹിതനും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ പുരോഹിതന് ഒരു വലിയ നിയോഗം ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. ആണ്ടുവട്ടത്തിൻ്റെ അവസാനം അതിവിശുദ്ധമായ സ്ഥലത്ത് കയറി ദൈവത്തിൻ്റെ കെരൂബുകൾക്ക് നടുവിൽ നിൽക്കുന്ന ദൈവിക സാന്നിധ്യത്തിന് ധൂപമർപ്പിക്കണമെന്നുള്ള ഒരു വലിയ ബോധ്യം, ഒരു വലിയ നിയോഗം ഈ സക്രിയ പുരോഹിതൻ ലഭിക്കുന്നുണ്ട്. വചനം നമ്മൾ വായിക്കുന്നുണ്ട്, ഈ പുരോഹിതൻ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപമർപ്പിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖയായ ഗബ്രിയേൽ സക്രിയായിക്ക് ദർശനത്തിൽ വെളിപ്പെട്ടിട്ട് പറയും, സക്രിയ, നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിട്ടുണ്ട്. നിന്റെ ഭാര്യ വന്നിയെന്ന് ലോകം വിധി എഴുതിയവള് എലിസബത്ത്, വൃദ്ധയായ സ്ത്രീയിൽ നിനക്ക് ഒരു മകനുണ്ടാകും, നീ അവന് യോഹന്നാൻ എന്ന് പേര് നൽകണം. വചനം നമ്മൾ വായിക്കുന്നുണ്ട്, ഈ സക്രിയ പുരോഹിതൻ ഈ വചനത്തെ അവിശ്വസിക്കുക. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വൃദ്ധയാണ്, ഇനി അങ്ങനെ ഒരു കാര്യം സംഭവ്യമല്ല എന്ന് സക്രിയ തീർത്തും പറയുകയാണ്. വചനം പറയും, ഗബ്രിയേൽ മാലാഖ സക്രിയായോട് പറഞ്ഞു, സക്രിയ, ഞാൻ ദൈവത്തിൻ്റെ മാലാഖയായ ഗബ്രിയേലാ, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് വലതുവശത്ത് നിൽക്കുന്നവനാ. കർത്താവിൻ്റെ ഈ വലിയ വെളിപാട് നിന്നോട് അറിയിക്കാനായി ഭൂമിയിൽ വന്നപ്പോൾ എൻ്റെ വാക്ക്, സ്വർഗത്തിൻ്റെ വാക്ക് നീ നിരസിച്ചത് കൊണ്ട് ഇത് സംഭവിക്കുന്നത് വരെ നീ ഊമനായി പോകും. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, സക്രിയ പുരോഹിതൻ ധൂപാർപ്പണം കഴിഞ്ഞ് ദേവാലയത്തിന് പുറത്തിറങ്ങി വന്ന് ആരോടും മിണ്ടാതെ ഭവനത്തിലേക്ക് പോകുന്നതും പിന്നീട് തൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നതും സ്നാപക യോഹന്നാൻ്റെ ജനനമൊക്കെ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-2 അധ്യായങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ വായിക്കുന്നുണ്ട്. ഇത് വായിച്ചു പോകുമ്പോൾ വളരെ എളുപ്പമാണ് പ്രിയമുള്ളവർ. എന്നാൽ കുറേ ദിവസങ്ങളായി ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്നെ വല്ലാതെ ഹൗണ്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. ഈ ദൈവത്തിൻ്റെ മാലാഖ സക്രിയ പുരോഹിതനോട് ഈ വചനം പറയുന്ന ഇടം എവിടെയാണെന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ദേവാലയത്തിൻ്റെ ഒരു സ്ട്രക്ചറല്ല യഹൂദ പാരമ്പര്യമനുസരിച്ച് ജെറുസലേം ദേവാലയത്തിന് ഉണ്ടായിരുന്നത്. ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും പിൻഭാഗം, ഏറ്റവും പുറകുവശത്ത് അവിടെ നിൽക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ പാപികളും വിജാതീയരുമായ മനുഷ്യരാണ്. അവിടെ ഒരിക്കലും ദൈവസാന്നിധ്യ ബോധം യഹൂദനെ സംബന്ധിച്ച് ദേവാലയത്തിൻ്റെ പുറകുവശത്ത് ഉണ്ടായിരുന്നില്ല. അതിന് തൊട്ട് മുമ്പ് സ്ത്രീകൾ നിൽക്കുന്ന ഇടമാണ്. അവിടെയും ദൈവസാന്നിധ്യ ബോധം ഉണ്ടായിരുന്നില്ല. അതിൻ്റെയും തൊട്ട് മുൻപിൽ പുരുഷന്മാർ നിൽക്കുന്ന ഇടം, അതിൻ്റെയും തൊട്ട് മുമ്പിൽ യഹൂദന്മാരായ പുരോഹിതന്മാർ നിൽക്കുന്ന ഇടം, അതിൻ്റെയും തൊട്ട് മുമ്പിൽ വിശുദ്ധ സ്ഥലമെന്നറിയപ്പെടുന്ന ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരിടം, വിശുദ്ധ സ്ഥലം. അതിനുമകം അഴിക്കകം ഒരു മറയിട്ട് അതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമടങ്ങുന്ന അപ്പം, നേർച്ചയപ്പം സൂക്ഷിച്ചിരുന്ന, വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്ന, ദീപപേടകം, 7 ദീപപേടകം അടങ്ങുന്ന പേടകം സൂക്ഷിച്ചിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടം. അപ്പോൾ ഒരു യഹൂദനോട് എവിടെയാണ് ജെറുസലേം ദേവാലയത്തിൽ ദൈവസാന്നിധ്യ ബോധം എന്ന് ചോദിച്ചാൽ യഹൂദൻ ചൂണ്ടിക്കാണിക്കും, അതിവിശുദ്ധമായ സ്ഥലത്ത് കെരൂബുകൾക്ക് മധ്യേ വാഗ്ദാന പീഠകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഒരു പുരോഹിതൻ, ആണ്ടിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പുരോഹിതന് ധൂപമർപ്പിക്കാൻ അവസരം കിട്ടുന്നത് ഈ അതിവിശുദ്ധമായ സ്ഥലത്താണ്. ഈ അതിവിശുദ്ധമായ സ്ഥലത്തേക്കാണ് സക്രിയ കടന്നു ചെല്ലുന്നത്. നിൽക്കുന്ന ഇടം ദൈവ സാന്നിധ്യം നിറഞ്ഞ ഇടമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളോടൊരു കാര്യം പറയാം.
എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ 2 കാര്യങ്ങൾ നിർബന്ധമായും ഓർത്തിരിക്കണം. ഒന്നാമത്, ഞാനും നീയും നിൽക്കുന്ന ഇടം പരിശുദ്ധമാണെന്നും ദൈവസാന്നിധ്യമുള്ള ഇടത്താണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതവും വാസവും എന്ന ബോധ്യമുണ്ടാകണം. 2, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്നുള്ള ബോധ്യം. കർത്താവ് സമീപമുള്ള ഒരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. കൈ ഉയർത്തി വിളിച്ചാൽ സ്വർഗം വിട്ടിറങ്ങി വരാൻ ഒരു തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്നൊരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സക്കറിയായ്ക്ക് വന്നുപോയ ജീവിതത്തിലെ വലിയ പ്രശ്നം അവൻ ആയിരുന്ന ഇടം. ഒരു പുരോഹിതനെ സംബന്ധിച്ച് ഏത് സമയവും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ് ദൈവത്തിൻ്റെ ബലിപീഠം. അർപ്പിക്കപ്പെടുന്ന ബലികൾ, അർപ്പിക്കപ്പെടുന്ന ധൂപം, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഏത് സമയവും എപ്പോൾ വിളിച്ചാലും അവിടേക്ക് ഇറങ്ങി വരാൻ തയ്യാറായി നിൽക്കുന്നൊരു ദൈവമുണ്ട്. അവിടെ വെച്ചാണ് ദൈവത്തിൻ്റെ മാലാഖയുടെ വെളിപാടുണ്ടാകുക. ദേവാലയത്തിന് പുറകിൽ വെച്ചല്ല, ദേവാലയത്തിന് മധ്യത്തിൽ വെച്ചല്ല, വിശുദ്ധ സ്ഥലത്ത് വെച്ചല്ല, മറിച്ച് അതിവിശുദ്ധമായ സ്ഥലത്ത് വെച്ച് ദൈവസാന്നിധ്യം 100% നിറഞ്ഞു കവിഞ്ഞ് അഭിഷേകം ഒഴുകുന്ന ഇടത്ത് വെച്ച സക്കറിയായ്ക്ക് ദർശനമുണ്ടാകുന്നത്. അവിടെ വെച്ചുണ്ടായ ദർശനത്തെയാണ് സക്കറിയ അവിശ്വസിച്ചത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അവിശ്വാസം നിമിത്തം സക്കറിയായ്ക്ക് ലഭിച്ചൊരു വലിയ സന്തോഷത്തിൻ്റെ ആ നിമിഷങ്ങളിലൊക്കെ ഈ മനുഷ്യന് നിശബ്ദനായിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ് ആ നിറവയറിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും വരുമ്പോൾ സക്കറിയായുടെ ഉള്ളിൽ എന്തുമാത്രം സങ്കടം ഉണ്ടായി കാണും. സ്വർഗം പറഞ്ഞൊരു കാര്യം ഞാൻ അവിശ്വസിച്ചത് മൂലം ഈ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാതെ പോകുന്ന സക്കറിയ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എവിടെയാ പ്രിയമുള്ളവരെ? അവളായിരുന്ന ഇടം അവളുടെ വീട്ടിലാണ്, പ്രാർത്ഥനയിലാണ് ആയിരിക്കുന്നത്. അവിടെയാണ് സ്വർഗം അവൾക്ക് ദർശനം കൊടുക്കുക. ദൈവത്തിൻ്റെ തിരുക്കുമാരൻ അമ്മയാകാൻ സ്വർഗം മറിയമേ നിന്നെ തിരഞ്ഞെടുത്തു. ആ നിമിഷം ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പിൽ തലകുനിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന 2ാമത്തെ പാഠം, ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ഹിതവും അവൻ എന്നോടും നിന്നോടും അരുളി ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും അവിശ്വസിക്കാതെ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ അഭിഷേകം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകും. ഇന്ന് പലപ്പോഴും എനിക്കും നിങ്ങൾക്കും ഇത്രയേറെ വചനം വായിച്ചിട്ടും ഇത്രയേറെ വചനം പഠിച്ചിട്ടും ഇത്രയേറെ വചനം കേട്ടിട്ടും ഇത്രയേറെ പരിശുദ്ധ കുർബാന കണ്ടിട്ടും അഭിഷേകത്തിൽ നിൽക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ അമ്മ പറഞ്ഞ് പഠിപ്പിക്കുക. പ്രധാനപ്പെട്ട കാരണം കർത്താവ് പറയുന്ന കാര്യം ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കാനുള്ളൊരു വലിയ മടി കൊണ്ടാണ്. ഒരു 100% കമ്മിറ്റ്മെൻറ്റ്, ഒരു 100% വിശ്വാസം. ഈ മലയോട് നീ വിശ്വസിച്ച് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞൊരു ദൈവം എനിക്ക് നിങ്ങൾക്കുമുണ്ടെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ തയ്യാറാകണം. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ തോമായോട് ഈശോ ഉദ്ധാനശേഷം പറയുന്നതാ, വിശ്വസിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കൃപ അതിൻ്റെ പൂർത്തീകരണത്തിൽ അഭിഷേകത്തിൽ സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധ അമ്മ കടന്നു വരുന്ന കുടുംബത്തിൻ്റെ 2ാമത്തെ പ്രത്യേകത, വിശ്വാസത്തിൽ അവൾ എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തും. ആ വിശ്വാസത്തിൽ ഞാനും നിങ്ങളും ബലപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയും അവൻ്റെ അഭിഷേകം പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മ എന്നെയും നിങ്ങളെയും ഒരുക്കും. അപ്പോൾ അമ്മയുടെ 2ാമത്തെ സാന്നിധ്യം, അമ്മ ഉള്ളിടത്ത് 2ാമത് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന വലിയ പ്രത്യേകത, വിശ്വാസത്തിൽ വളരാൻ അമ്മ ഇടയാക്കുമെന്നുള്ളതാണ്. എലിസബത്ത് പുണ്യവതി ഗർഭിണിയാണെന്നറിയുമ്പോൾ അമ്മ തിടുക്കത്തിൽ അവളുടെ അടുത്തേക്ക് ഓടുകയാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് അവൾ തിടുക്കത്തിൽ എലിസബത്തിനെ കാണാനായിട്ട് ഓടുക. ഒന്ന്, നമുക്കറിയാം ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയം അവൾ അനുഭവിക്കുന്ന ചില ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ സ്ത്രീ പ്രായമുള്ള ഒരു സ്ത്രീ കൂടിയാണെങ്കിൽ ജീവിതത്തിലെ ക്ലേശം വളരെയേറെയാണ്. അമ്മയ്ക്കിത് നന്നായിട്ട് അറിയാമായിരുന്നു. പ്രായം എത്തി നിൽക്കുന്ന എലിസബത്ത്, ആ പ്രായത്തിൽ ഗർഭിണിയാകുന്ന സ്ത്രീയുടെ എല്ലാ കഷ്ടതകളും പ്രയാസവും ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് തിരിച്ചറിയാം. അതുകൊണ്ടാണ് അമ്മ സഹായവുമായി
ഓടി എലിസബത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുക. വചനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ: എലിസബത്ത് പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടു കഴിയുമ്പോൾ സന്തോഷത്തിൽ അമ്മയുടെ അടുത്തേക്ക് പറയുന്ന ആദ്യത്തെ വാക്കിത: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? സ്വർഗം പറഞ്ഞ വാക്ക് അതേപടി നിവർത്തിച്ച പരിശുദ്ധ കന്യകാമറിയമേ, നീ എത്രയേറെ ഭാഗ്യമുള്ളവളാ. നീ എൻ്റെ അടുക്ക വരാനുള്ള യോഗ്യത എനിക്കില്ല. വചനം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ യോഹന്നാൻ സന്തോഷത്താൽ കുതിച്ചു ചാടും. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയമുള്ള വീടിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, അമ്മയുള്ളിടത്ത് സന്തോഷത്തിൻ്റെ പൂർത്തീകരണമുണ്ട്. അമ്മയുള്ളിടത്ത് സന്തോഷത്തിൻ്റെ പൂർത്തീകരണമുണ്ട്. എന്ത് ക്ലേശം അനുഭവിച്ചാലും, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്ത് പ്രയാസം വന്നാലും, പരിശുദ്ധ അമ്മയുള്ളൊരു വീട്ടിൽ, അമ്മയോട് പ്രാർത്ഥിക്കുന്നൊരു വീട്ടിൽ, അമ്മയോട് അപേക്ഷിക്കുന്നൊരു വീട്ടിൽ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച ഒരു വീട്ടിൽ സന്തോഷത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകും. ആ സന്തോഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് സ്വർഗം ആഗ്രഹിക്കുന്ന സന്തോഷമാണ്. ഭൂമി ആഗ്രഹിക്കുന്ന, ലോകം ആഗ്രഹിക്കുന്ന സന്തോഷമല്ല, മറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം, നിത്യമായ ഒരു സന്തോഷം അമ്മയുടെ സാന്നിധ്യമുള്ളിടത്ത്, അമ്മയുടെ പ്രാർത്ഥനയുള്ളിടത്തുണ്ടാകും. അതുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്: എവിടെ പോകുമ്പോഴും അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അമ്മ അങ്ങനെ തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, അവളുടെ നീല മേലങ്കിക്ക് സന്തോഷം പകർന്നു തരാൻ സാധിക്കും. അത്രമേൽ സംരക്ഷണമാണ് അമ്മ ആ നീല മേലങ്കി കൊണ്ട് പൊതിയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അതുകൊണ്ട് അമ്മയുള്ള ഭവനത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, അവിടെ സന്തോഷത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകും. പരിശുദ്ധ കന്യകാമറിയമുള്ള ഭവനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. സ്വർഗമാഗ്രഹിക്കുന്ന സന്തോഷം പൂർത്തീകരണത്തിലെത്തിക്കാൻ, അഭിഷേകം അതിൻ്റെ പൂർത്തീകരണത്തിൽ സ്വീകരിക്കാൻ പരിശുദ്ധ കന്യകാമറിയം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കും. അപ്പം അങ്ങനെ അമ്മയുള്ള രണ്ട് കുടുംബങ്ങളാണ് ഞാൻ നിങ്ങളും കണ്ടത്. ഒന്നാമത്തെ കുടുംബം തിരുക്കുടുംബമാണെങ്കിൽ സ്വർഗം വിളമ്പിയത് എന്തിനേയും അതേപോലെ സ്വീകരിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു. അമ്മ പഠിച്ചു. അതുകൊണ്ടാണ് ഈശോ മരക്കുരിശുമേന്തി യാത്ര പുറപ്പെടുന്ന സമയത്ത് പീലാത്തോസിൻ്റെ അരമന വിട്ട് അവൻ റോഡിലേക്ക് ഇറങ്ങി മരക്കുരിശുമേന്തി അർത്ഥപ്രാണനായി തെരുവീതിയിലൂടെ യഹൂദന്മാർ അവനെ പരിഹസിച്ച് അടിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ കുരിശിൻ്റെ വഴിയിലെ 4-ാം സ്ഥലം എത്തുമ്പോൾ പ്രിയപ്പെട്ട ആവേലച്ചൻ ഇങ്ങനെ ആ പ്രാർത്ഥനയിൽ കുരിശിൻ്റെ വഴിയിൽ എഴുതി വെച്ചിട്ടുണ്ട്: വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയം, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ. പ്രിയമുള്ളവരെ, കുരിശിനു പിന്നാലെ പരിശുദ്ധ കന്യകാമറിയം ഈശോയ്ക്കൊരു ധൈര്യം കൊടുത്ത് എത്തിയിട്ടുണ്ട്. കുരിശിൽ ഈശോ കിടക്കുമ്പോൾ അമ്മ ഈശോയോട് പറഞ്ഞു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്: സ്വർഗത്തിൻ്റെ ഹിതത്തിന് നീ തലകുനിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പരിശുദ്ധ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുത്തെത്തുമ്പോൾ, അമ്മ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം, ദൈവത്തിൻ്റെ ഹിതത്തിന് തലകുനിക്കുമ്പോൾ അഭിഷേകം നിറഞ്ഞു കവിഞ്ഞൊഴുകും. അമ്മയുടെ സാന്നിധ്യമുള്ളിടത്ത് വിശ്വാസത്തിന് വളർച്ചയുണ്ടാകും. അമ്മയുടെ സാന്നിധ്യമുള്ളിടത്ത് സ്വർഗത്തിൻ്റെ സന്തോഷം പൂർത്തീകരണമുണ്ടാകും. തുടർന്നുള്ള ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസത്തിൽ എന്നെ ബലപ്പെടുത്തണം, സ്വർഗത്തിൻ്റെ സന്തോഷം എന്നിൽ പൂർത്തീകരിക്കണം, അപ്പാ നിൻ്റെ ഹിതം തിരിച്ചറിയാൻ എനിക്കിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവും ദൈവത്തിൻ്റെ ആത്മാവും അമ്മയെ പരിശുദ്ധ മറിയവും എപ്പോഴും നമ്മെ ബലപ്പെടുത്തട്ടെ. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. ഈശോയും ഞാനും ഒന്നായി ചേരും
ആത്മാവിൽ ആനന്ദമീ വേളയാ, എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ അപ്പത്തിൻ രൂപത്തിൽ വന്നിടണേ. ഈശോയും ഞാനും ഒന്നായി ചേരും, ആത്മാവിൽ ആനന്ദമീ വേളയാ, എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ അപ്പത്തിൻ രൂപത്തിൽ വന്നിടണേ. കാരുണ്യരൂപനെ, സ്നേഹത്തിൻ ജീവനെ, ഹൃദയത്തിൻ ആനന്ദമായി നീ വരൂ. വാവായെന്നീശോയെ എന്നിൽ ഒന്നാകണേ, മമ ജീവന്റെ ആത്മാവിൽ നീ. വാവായൻ സ്നേഹമേ കൃത്തിൽ ഉൾച്ചേരണേ, തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ. വാവായെന്നീശോയെ എന്നിൽ ഒന്നാകണേ, മമ ജീവന്റെ ആത്മാവിൽ നീ. വാവായൻ സ്നേഹമേ കൃത്തിൽ ഉൾച്ചേരണേ, തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പൊന്നുതമ്പുരാൻ, മർക്കോസിന്റെ മാളികയിൽ ഒരപ്പത്തിന്മേൽ ചുരുങ്ങുവാൻ ഇത് എൻ്റെ ശരീരമാകുന്നുവെന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് വേണ്ടി സ്വയം മുറിച്ചു നൽകിയ പൊന്നുതമ്പുരാൻ, പിറ്റേന്ന് വെള്ളിയാഴ്ച കുരിശിന്മേൽ സ്വയം ബലിയായി അർപ്പിക്കപ്പെട്ട് സർവജനത്തിനു വേണ്ടി മുറിക്കപ്പെട്ട പരമപരിശുദ്ധമായ എൻ്റെ ദിവ്യകാരുണ്യം, കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവ്യകാരുണ്യം, ബലിപീഠത്തിന്മേൽ എൻ്റെ കണ്ണുനീര് കൊണ്ട് നനയുമ്പോൾ എനിക്ക് ഉത്തരമരുളുവാൻ, എന്നോട് കൂടെയായിരിക്കാൻ, ഞാനായി തീരാൻ എന്നിലേക്ക് അലിഞ്ഞിറങ്ങി വരുന്ന എൻ്റെ ഈശോ, പരിശുദ്ധ കുർബാനയോളം എന്നെ കരുതാൻ, കുരിശോളം എനിക്ക് സംരക്ഷണമൊരുക്കാൻ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോയോളം എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന, കുർബാനയോളം എന്നെ കരുതുന്നൊരു സ്നേഹം മറ്റൊന്നില്ല എന്ന തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും എപ്പോഴും ഉണ്ടാകട്ടെ. ഏത് പ്രയാസത്തിലും, ഏത് വേദനയിലും, ഏത് നൊമ്പരത്തിലും നീ ആയാലും, ആര് നിൻ്റെ കൂടെയില്ലെങ്കിലും, നീ പ്രതീക്ഷിച്ചവരൊക്കെ നിൻ്റെ കൈവിട്ട് അകന്നു പോയാലും നിന്നെ ഒരിക്കലും കൈവിടാത്തൊരു സ്നേഹം യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 47 എന്നോടും നിന്നോടും അരുളി ചെയ്തൊരു സ്നേഹമുണ്ടല്ലോ. പെറ്റമ്മ മറന്നാലും മറക്കാത്തൊരു സ്നേഹം. ആ സ്നേഹത്തിൻ്റെ പേരാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ദിവ്യകാരുണ്യം. എൻ്റെ കൂടെയായിരിക്കാൻ, എൻ്റെ ജീവിതത്തിൽ എന്നെ ആശ്വസിപ്പിക്കാൻ, എന്നെ ധൈര്യപ്പെടുത്താൻ, എന്നെ ബലപ്പെടുത്താൻ എൻ്റെ കർത്താവ് ഇറങ്ങി വരുന്ന സ്വർഗീയ മാലാകമാർ പോലും ഭയത്തോടും വിറയലോടും അസൂയോടും നോക്കുന്ന അസുലഭമായ ആരാധനയുടെ നിമിഷം. ദിവ്യകാരുണ്യ ഈശോയോട് നിന്റെ വേദന പങ്കുവെച്ചാൽ നിനക്ക് മറുപടിയുണ്ട്. ഈ ദിവ്യകാരുണ്യ ഈശോയോട് നിന്റെ സന്തോഷം പങ്കുവെച്ചാൽ അത് ഇരട്ടിയായി നീ അനുഭവിക്കും. അഭിഷേകം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ആരാധനയുടെ അസുലഭ നിമിഷം. പ്രിയമുള്ളവരെ, ഈശോ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരുക്കി വെക്കുന്ന സ്വർഗീയ വിരുന്നാണിത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിക്കാം. ആദിമസഭയിൽ അമ്മയോട് ചേർന്ന് ആരാധിച്ച സമൂഹത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മയിൽ,
നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ, നമ്മുടെ സഭയിൽ, ദേശത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകാൻ അമ്മയോട് ചേർന്ന് ഈ ദിവ്യകാരുണ്യത്തെ നമുക്ക് പാടി പുകഴ്ത്താം, ആരാധിക്കാം. അമ്മേ അമ്മേ തായ് അമ്മയ്ക്കേക മകനേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായ് അമ്മയ്ക്കേക മകനേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായ് അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായ് അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നോനെ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നോനെ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായ് അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധിക്കുന്ന, ആരാധിക്കുന്ന, ആരാധിക്കുന്ന നന്ദിയോടങ്ങി സ്തുതിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ. അപ്പം എല്ലാ കൃപകൾക്കായിട്ടും, ചേർത്ത് പിടിച്ച എല്ലാ നിമിഷങ്ങൾക്കായിട്ടും, കരുതിയ എല്ലാ വഴികൾക്കായിട്ടും ഈശോയെ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജീവജലം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്ന ആത്മാഭിഷേകത്തിന്റെ ആരാധനയുടെ അസുലഭമായ നിമിഷങ്ങളിലേക്ക് അപ്പാ ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സകല ജനങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അഭിഷേകത്തിന്റെ വലിയ തിരിച്ചറിവ്, ആത്മാഭിഷേകം ഞങ്ങളുടെ മേൽ കത്തിച്ചൊലിക്കുവാൻ തക്കവണ്ണം ആരാധനയുടെ അസുലഭമായ നിമിഷങ്ങളിൽ അങ്ങയുടെ വലിയ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, യുവതി യുവാക്കന്മാരിലേക്ക്, സഭയിലേക്ക്, അഭിഷിക്തരിലേക്ക്, സമർപ്പിതരിലേക്ക് അങ്ങയുടെ വലിയ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പൊന്നുതമ്പുരാനെ, അഭിഷേകം ചെയ്തല്ലാതെ, അനുഗ്രഹിച്ചല്ലാതെ, യാക്കോബിനെ പോലെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചല്ലാതെ അപ്പാ കടന്നു പോകാനായിട്ട് ഇടയാകരുതേ. അമ്മയോട് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോൾ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം, വലിയ മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. അങ്ങയുടെ ദിവ്യകാരുണ്യം, ഈശോയുടെ വലിയ കൃപ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അനുഗ്രഹിച്ചല്ലാതെ നീ കടന്നു പോകാൻ ഇടയാകരുതേ. അഭിഷേകം കൊണ്ട് നിറച്ചല്ലാതെ നീ കടന്നു പോകാനായിട്ട് ഇടയാകരുതേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സകല ജനത്തിന്റെ മേലും അങ്ങയുടെ അഭിഷേകത്തിന്റെ വലതുകരം നീട്ടി അവർക്ക് തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികമായ സകല ബന്ധനങ്ങൾക്ക് മേലും അങ്ങയുടെ വലിയ ശക്തി വ്യാപരിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ കുരിശിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പോലെ ഹൃദയം നിറഞ്ഞീശോയെ ആരാധിക്കാൻ, തിരുക്കുമാരനെ അമ്മ സ്നേഹിച്ചതുപോലെ ഞങ്ങളും ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കാൻ, കുരിശോളം നിന്നെ അനുധാവനം ചെയ്യാൻ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ശക്തി പകരണമേന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിളിച്ചാൽ അവൻ സത്യമായും ഉത്തരം കേൾക്കുന്ന ദൈവമാ. വിളിച്ചാൽ നിന്റെ വിളിക്ക് മറുപടി അരുളുന്ന ദൈവമാ. നിന്നെ കൈവിടാത്ത ഒരു ദൈവമാ. രക്ഷിക്കാനാകാത്ത വിധം കരം കുറുകിപ്പോകാത്തൊരു കർത്താവ് എനിക്കും നിങ്ങൾക്കും സമീപസ്ഥനാണ്. ഈ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് സകല നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയിലൂടെ ആ നിയോഗങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ, അമ്മയുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലൂടെ, അമ്മയുടെ മധ്യസ്ഥതയിൽ, അമ്മയുടെ പ്രാർത്ഥനയിൽ ആ നിയോഗങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഈശോയുടെ വലിയ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ കൃപ നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ. നമ്മുടെ സഭയിൽ, അഭിഷിക്തരിൽ, ദൈവജനത്തിന്മേൽ, അങ്ങേ അറിയാത്ത ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മേലൊക്കെ അഭിഷേകം നിറഞ്ഞു കവിഞ്ഞൊഴുകുവാൻ, അനേകമായിരം ആത്മാക്കൾ അങ്ങേ തേടി വരുവാൻ തക്കവണ്ണം
അനേകം ആത്മാക്കളെ പരിശുദ്ധ അമ്മയിലൂടെ അങ്ങേക്ക് വേണ്ടി നേടുവാൻ അടിയങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈ ദിവ്യകാരുണ്യ ഈശ്വരത്തിൽ നമുക്ക് സമർപ്പിക്കാം. ആരാധന ആരാധന ആരാധന. നീ വിളിച്ച വിളി കേൾക്കുന്നതേ, നിന്റെ വേദന അറിയുന്നതേ, മാത്രമാണ് നിങ്ങളുടെ നീ കരഞ്ഞാൽ കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, നിന്നെ മാറോടു ചേർക്കുന്ന ദൈവം, നിന്നെ മാറോടു ചേർക്കുന്ന ദൈവം, നീ വിളിച്ച വിളി കേൾക്കുന്ന ദൈവം, നിന്റെ വേദന ദൈവം, അഭിഷേകത്തിൽ നടക്കണം. കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, നീ മാത്രമാണ് ഞങ്ങളുടെ, നിന്നെ മാറോടു ചേർക്കുന്ന ദൈവം, നിന്നെ മാറോടു ചേർക്കുന്ന അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് മേൽ നീ കനിവായിരിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ മേൽ നീ കനിവായിരിക്കണം. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരുടെ മേൽ നിന്റെ അഭിഷേകത്തിന്റെ വലതുകരം നീട്ടണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ വലതുകരം എപ്പോഴും ഉണ്ടായിരിക്കണം. ഈശോയെ, അങ്ങയെ അറിയാത്ത അനേകായിരം ആളുകളുണ്ട്. അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം സ്വർഗത്തിന് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാൻ അനേകം വിശുദ്ധർ ഞങ്ങൾക്കിടയിൽ നിന്നുണ്ടാകാം. അഭിഷേകത്തിന്റെ വലതുകരം നീട്ടി ആദിമസഭയെ നീ ഉണർത്തിയതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയെ നീ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി രക്തസാക്ഷികളാകുക, നിനക്ക് വേണ്ടി വിശുദ്ധിയോടെ ജീവിപ്പാൻ, നിന്റെ സുവിശേഷം അനേകായിരം ആളുകളിൽ എത്തിക്കാൻ, നന്മയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി മാറും. ആത്മാഭിഷേകത്തിന്റെ പിൻബലത്തിൽ ജീവിക്കുന്നവരാകും. കുരിശിൽ നോക്കി നല്ല ഓട്ടമോടി പൂർത്തിയാക്കുന്നവരാകും. അങ്ങേ തിരുക്കുമാരന് വേണ്ടി ജീവിക്കുന്നവരാകാൻ, അവന്റെ തിരുബലിയെ വിലമതിക്കാനാകാത്ത സമ്മാനം പോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാകാൻ, പ്രാർത്ഥനയിൽ ബലമുള്ളവരായി തീരാൻ, അഭിഷേകത്തിൽ ഒരുപടി മുന്നിട്ട് നിൽക്കാൻ അടിയങ്ങളുടെ ജീവിതത്തെ നീ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. നിന്റെ അമ്മയെ നീ തിരഞ്ഞെടുത്തതുപോലെ പാപത്തിന്റെ കളങ്കമേശാതെ ജീവിപ്പാൻ, നിന്റെ അമ്മയെ നീ ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിച്ചതുപോലെ അടിയങ്ങളെയും അമ്മയോട് ചേർത്ത് സ്വർഗീയ സമ്മാനത്തിന് അർഹരാക്കാൻ ദിവ്യകാരുണ്യീശോയെ നീ കനിവായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം. നീ കൈവിട്ടാലപ്പാ ഞങ്ങൾക്ക് ചെന്ന് ചേരാൻ ഇടമില്ല. നിന്നോളം ഞങ്ങളെ മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ മറ്റാർക്കും സാധ്യമല്ല. നിന്നോളം ഞങ്ങളെ സ്നേഹിക്കാൻ വേറെ ആർക്കും കഴിയില്ലപ്പാ. നീ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കും. കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അനുഗ്രഹിച്ചല്ലാതെ അപ്പാ കടന്നു പോകരുതേ. അഭിഷേകം കൊണ്ട് നിറച്ചല്ലാതെ അപ്പാ നീ കടന്നു പോകരുതേ. പരിശുദ്ധ അമ്മയെ പോലെ നിഷ്കളങ്കമായി ജീവിപ്പാൻ, അവസാനം വരെ നിന്റെ കുരിശ് വരെ നിന്നെ അനുധാവനം ചെയ്യും. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിന്നെ വിട്ടു പിരിയാതിരിപ്പാൻ, നിനക്ക് വേണ്ടി സദാസമയം ജീവിക്കുന്നവരായി തീരാൻ അപ്പാ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുരിശോട് നീ ഞങ്ങളെ ചേർത്ത് ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്ന ആരാധിക്കുന്ന ആകാശത്തിന് ഭൂമിക്ക് മധ്യേ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക സത്യനാമമായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു.
സ്തുതി യേശുവേ, ആരാധന. ഉണർത്തണമേ. ആമേൻ, 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 ആമേൻ. ഈശോയെ നന്ദി. ഭവനമാകും ആമേൻ, യേശുവേ ആരാധന. ഉണരും ആത്മാവാൽ ഞങ്ങളെ കത്തിച്ചൊലിപ്പിക്കുന്ന ആത്മാവ് എൻ സഭയാ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ സഭയിലേക്ക്, കൂട്ടായ്മയിലേക്ക് അഭിഷേകത്തോടെ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉണരും ആത്മാവാൽ ഉണരും. ചേർന്ന് പാടാം. എൻ ഭവനമാകും ഈശോയെ ആരാധിക്കട്ടെ. സകല ജനവും യേശുവിനെ ആരാധിക്കട്ടെ. അഭിഷേകം നിറഞ്ഞു കവിഞ്ഞൊഴുകി നമ്മുടെ കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മയിലേക്ക്, സഭയിലേക്ക്, സകല ജനത്തിലേക്കും ആദിമസഭയിൽ വീശിയ കൊടുങ്കാറ്റാകുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്തുതിക്കുന്ന യേശുവേ, സ്തുതിക്കുന്ന യേശുവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം, അങ്ങിൽ മാത്രമാണ് ഞങ്ങൾക്ക് സങ്കേതം. ബലപ്പെടുത്തണമേ അപ്പാ, അഭിഷേകത്തിൽ നിറയ്ക്കണമേ അപ്പാ, കരുണയായിരിക്കണമേ അപ്പാ, ഞങ്ങളുടെ മേൽ നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ അഭിഷേകം ഞങ്ങൾ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ, അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ കൂട്ടായ്മകൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ യുവതി യുവാക്കന്മാർ, ജോലി സാധ്യതയ്ക്കായി നോക്കി പാർക്കുന്ന അനേകായിരം യുവതി യുവാക്കന്മാർ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി ജീവിക്കുന്ന അനേകായിരം യുവതി യുവാക്കന്മാർ, വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, രോഗത്തിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈശോ. ക്യാൻസറിൻ്റെ ആ വലിയ രോഗപീഠയിലായിരിക്കുന്ന അനേകായിരം ആത്മാക്കൾ, അവരുടെയൊക്കെ മേല് നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വലിയ അഭിഷേകം, നിങ്ങളുടെ വലിയ ആശീർവാദം ആ മക്കളുടെ ജീവിതങ്ങളുടെ മേല്. കടബാധ്യതയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്, ബിസിനസ് ഒന്നും നടക്കാതെ സങ്കടപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട് പ്രിയമുള്ളവർ. ആ മക്കളുടെ മേലൊക്കെ നീ കരുണയായിരിക്കണം. നിന്നെ വിളിച്ചപേക്ഷിച്ചിട്ടും ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും സങ്കടം കുന്നോളം ഉയർന്നു വരുന്നത് കണ്ട് നിരാശപ്പെട്ടു പോയി അങ്ങനെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി ഒത്തിരി പേരുണ്ട്. ഈശോയെ, അവരൊക്കെ നിന്റെ വലിയ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം, നിന്റെ വലിയ പദ്ധതി നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, മറിച്ച് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്നുള്ള വലിയ തിരിച്ചറിവ് ആ പ്രിയപ്പെട്ട മക്കളുടെ മേൽ നീ കരുണയോടെ വർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നീ കരുണയായിരിക്കണമേ. നിന്റെ അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ ഞങ്ങൾക്കിടയാകണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അനുദിന ജീവിതത്തിൽ ഞങ്ങളെപ്പോഴും ആയിരിക്കാൻ ഇടയാകണം. അമ്മയോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ സകല നിയോഗങ്ങൾക്ക് മേലും നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലതുകരം നീട്ടി ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന അസുലഭമായ നിമിഷത്തിൽ ദിവ്യകാരുണ്യ ഈശോയെ, എല്ലാ നിയോഗങ്ങൾക്ക് മേൽ അങ്ങയുടെ കരുണ, അങ്ങയുടെ വലതുകരം നീട്ടി അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ,
ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.